ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി ഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഉത്സവത്തിൻ്റെ ടൈമിൽ കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ ആദ്യം ഗുരുവായൂരിൽ എത്തിയപ്പോൾ തന്നെ ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ കയറിയത്. പിള്ളേരുള്ളത് കൊണ്ട് അവിടെ കയറിയിട്ടേ നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കയറി ഇറങ്ങി അതിനുശേഷം അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് പോയപ്പോൾ അവിടെയൊക്കെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ഓരോ കടകളിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ഗുരുവായൂർ ഫുൾ ഓൺ ആയൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കടയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗുരുവായൂരാണ് ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഓരോ ജ്യൂസും അതുപോലെ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളവിടെ ഒതുക്കിയിരുത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയത്. നമ്മളിങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടിങ്ങനെ മെല്ലെ നടന്നു പോകുമ്പോഴാണ് ഗൈസ് അവിടെ എത്താറായപ്പോഴത്തേക്കും ഒടുക്കത്തെ തിരക്കായിരുന്നു. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ തടിച്ചു കൂടി നിൽക്കുകയായിരുന്നു. അപ്പം നമ്മൾ പിള്ളേരിനായിട്ട് പോയതുകൊണ്ട് ആ ഒരു റഷിൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇടയിൽ കൂടെ എസ്കേപ്പ് ആവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവുകയൊക്കെ ചെയ്തു തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട്. പിന്നെ നമ്മൾ ഫോണൊക്കെ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പോൾ പിള്ളേരിനായിട്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പം നമ്മളുടെ ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ പുറത്തിങ്ങനെ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നു. പിന്നെ നമുക്ക് ഓരോ കടകളുടെ ഫ്രണ്ടിലും കൃഷ്ണൻ്റെയും രാധയുടെയും അങ്ങനെ ഓരോ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മെല്ലെ ചേട്ടൻ ഷോപ്പ് അടച്ച് പോകുന്ന സമയത്ത് നമ്മളും ഇറങ്ങിയിട്ടോ വീട്ടിലോട്ട്. അങ്ങനെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനും കയറി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ വീഡിയോയിൽ കാണാം. ബൈ.